ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇവിടെ ഞാൻ വലിയ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലോണം കഴുകി കനം കുറച്ച് റൗണ്ട് ഷേപ്പിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഓരോ പീസും ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണം കഴുകേണ്ടത്. കട്ട് ചെയ്തതിന് ശേഷം കഴുകരുത്. ഇതിനു മുമ്പ് തന്നെ തൊലി കളഞ്ഞ് നല്ലോണം കഴുകി ഒരു ഉണങ്ങിയ ടവൽ കൊണ്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ആദ്യം ഇട്ടുകൊടുക്കാം. ഇതിന് ശേഷം ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലവർ ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും മൈദപ്പൊടി ചേർത്താൽ ഈ ഉരുളൻകിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. 2 പ്രാവശ്യമായിട്ട് മുളക് പൊടി കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരിത്തിരി വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളെല്ലാം ഉരുളൻകിഴങ്ങിൽ നല്ലോണം യോജിക്കുന്നത് വരെ ഇവ നല്ലോണം ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. മൈദപ്പൊടി ആയത് കാരണം ഈ ഉരുളൻകിഴങ്ങിൽ നല്ലോണം ഇത് കോട്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവൂ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് മസാല തേച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് കുറേശ്ശെയായി ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് ഇതിലേക്ക് ഉരുളൻകിഴങ്ങിൽ എണ്ണ ചേർന്നിരിക്കും. ഇനി ഇതൊരു സൈഡ് വെന്തിട്ടുണ്ട്. ഇത് മറിച്ചിട്ടതിന് ശേഷം അടുത്ത സൈഡും ഇതുപോലെ മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കോട്ടിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അങ്ങനെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.